To view this video in English, please click the link given above. 10th ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററാണ്. നമുക്കിന്ന് അതിൻ്റെ അവസാന ഭാഗമായ കൊറോഷൻ അലോയിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പോൾ കൊറോഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ ഒന്ന് പഠിച്ചതാണ്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റലിനെ നമ്മൾ തുറന്നു വെച്ചിരുന്നാൽ നമുക്കറിയാം അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ഓക്സൈഡ് ലെയർ ഉണ്ടാക്കും അല്ലേ? പൊതുവേ മെറ്റൽസ് നമ്മൾ തുറന്നു വെച്ചിരുന്നാൽ അവ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്നിട്ട് ഒരു ഓക്സൈഡ് ലെയർ ഉണ്ടാവും. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ മെറ്റലിനെ നശിപ്പിക്കലാണെങ്കിലും ഒരു ഓക്സൈഡ് ലെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ഓക്സിജനുമായിട്ട് വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാതെ അതൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും മെറ്റൽസ് അവയ്ക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങളുമായിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് ഓക്സിജൻ, മോയ്സ്ചർ, അതായത് വാട്ടർ കണ്ടന്റ് ഉണ്ട്, അറ്റ്മോസ്ഫിയറിൽ ഈർപ്പം ഉണ്ടെങ്കിൽ, നനവുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള എയർ ആണ് ഉള്ളതെങ്കിൽ അതെല്ലാം തന്നെ ഈ മെറ്റലിനെ അഫക്റ്റ് ചെയ്ത് മെറ്റലിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ ചുറ്റുമുള്ള സബ്സ്റ്റൻസസ് മെറ്റലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് കൊറോഷൻ. ഈ കൊറോഷൻ സംഭവിക്കുന്ന മെറ്റൽസിനെ നമ്മൾ കൊറോഡിങ് എന്ന് പറയും. സംഭവിക്കുന്നതിനെ നമ്മൾ മെറ്റൽസ് ആർ കൊറോഡിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ കൊറോഷൻ നമ്മൾ പ്രധാനമായിട്ട് കേട്ടിട്ടുള്ളത് തുരുമ്പിക്കുക അല്ലെ? ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നത് ഇരുമ്പിന്റെ കാര്യത്തിലാണ്. അയൺ നമ്മൾ വെറുതെ അയൺ ആർട്ടിക്കിൾസ് ഇട്ടിരുന്നാൽ അതെന്ത് പറ്റും? തുരുമ്പ് പിടിച്ചു പോകും. പ്യുവർ ആയിട്ടുള്ള അയണാണ്. പ്യുവർ അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള അയൺ. പ്യുവർ അല്ല എന്ന് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടെന്ന് ടുവേഴ്സ് ദ എൻഡ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് തുറന്നു വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അന്തരീക്ഷത്തിലെ ഈർപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എയറുമായിട്ടൊക്കെ ചേർന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റസ്റ്റിംഗ് സംഭവിക്കും, തുരുമ്പിക്കും. ഈ റസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളർ, ഒരു ഫ്ലേക്കി സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബലം കുറഞ്ഞ് അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ്, ദ്രവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബലം കുറയും സ്വാഭാവികമായിട്ടും. അപ്പോൾ എന്താണ് ഈ റസ്റ്റായിട്ട് ഉണ്ടാകുന്നത്? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്, അതായത് Fe2O3.XH2O. ഇവിടെ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് ഓട്ടോമോളിക്യൂൾസ് മാറി മാറി വരാം, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി മറ്റ് രണ്ട് കൊറോഷൻ നടക്കുന്ന മെറ്റൽസ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് കോപ്പറും സിൽവറും ആണ്. ഇത് നമ്മൾ ഒരിക്കലും കോപ്പർ തുരുമ്പിക്കുന്നു അല്ലെങ്കിൽ സിൽവർ തുരുമ്പിക്കുന്നു എന്ന് പറയില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ടാർണിഷിങ് എന്നാണ്. കാരണം അതിൻ്റെ പുറത്തൊരു വേറൊരു കളർ വരികയാണ് ചെയ്യുന്നത്. ചില കോപ്പർ കോയിൻസ്, പഴയ കോയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ പൈപ്പിൻ്റെ ടാപ്പൊക്കെ കോപ്പറിൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലുള്ള കോപ്പർ പാത്രങ്ങളൊക്കെ എന്ത് പറ്റും? ഒരു ഗ്രീൻ കളർ ഡെവലപ്പ് ചെയ്യും, ഒരു കോട്ടിങ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണെന്ത്? കോപ്പർ ടാർണിഷ് ആയി പോയി എന്ന് പറയും, കളറ് മാറിപ്പോകുന്നു. അത് നമ്മൾ നല്ലപോലെ കുറച്ച് മൈൽഡ് ആസിഡ്, അതായത് പുളിയോ അല്ലെങ്കിൽ നാരങ്ങയൊക്കെ ഇട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും നല്ലപോലെ തിളങ്ങുന്നത് കാണാം. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു ഗ്രീൻ കളർ കോട്ടിംഗ് ഉണ്ടാകുന്നു. അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ എന്താണ്? ബേസിക് കോപ്പർ കാർബണേറ്റ് എന്ന് പറയും. CuCO3.CuOH2, ബേസിക് കോപ്പർ കാർബണേറ്റ്. പിന്നെ വരുന്നത് സിൽവർ ആണ്. സിൽവറിൻ്റെ ആഭരണങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ കാലിലെ കൊലുസ്, പാദസരമൊക്കെ നമ്മൾ വെള്ളിയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് കറുത്തു പോകുന്നതായിട്ട് കാണാം. അതിന് കാരണം സിൽവർ സൾഫറുമായിട്ട് ചേർന്നിട്ട് സിൽവർ സൾഫൈഡ് ഉണ്ടാകുന്നതാണ്. അതൊരു ബ്ലാക്ക് കളർ കോട്ടിംഗ് ആണ്. അപ്പോൾ റസ്റ്റ് ബ്രൗൺ ആണ്, കോപ്പർ ഗ്രീൻ ആണ്, സിൽവർ ബ്ലാക്ക് ആണ്. അപ്പം ഇതെല്ലാമാണ് കൊറോഷൻ. അപ്പോൾ കൊറോഷൻ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലേ? ഒരു ലെയർ ഫോം ചെയ്ത്, ഓക്സൈഡ് ലെയർ ആണെങ്കിൽ അത് ഫോം ചെയ്താൽ ഫർദർ കൊറോഷൻ നടക്കാതെ പ്രിവെൻറ്റ് ചെയ്യാം. പക്ഷേ ഇത് വളരെ ഡാമേജിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കോടിക്കണക്കിന് രൂപയുടെ മെറ്റൽസ് ആണ് ഓരോ വർഷവും പാഴായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സാധാരണയായി നമ്മൾ ചെയ്യുന്നത് അയണിൻ്റെ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അതിനെ പെയിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ ആ പെയിൻറ്റ് കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്റ്റ് വരാത്തത് കൊണ്ട് ചാൻസ് കുറവാണ്. പക്ഷേ ആ പെയിൻറ്റ് ഇളകിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുരുമ്പിക്കും. അതുപോലെയാണ് ഓയിലിങ്ങും ഗ്രീസിങ്ങും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് വരുന്നത് കൊണ്ട് തന്നെ എയറിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ക്രോം പ്ലേറ്റിംഗ്. ക്രോമിയം വെച്ചിട്ട് നമ്മളൊരു കവറിങ് കൊടുക്കുകയാണ് അയൺ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റലിന്. അപ്പോൾ അത് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആനോഡൈസിങ് നമ്മൾ നേരത്തെ കണ്ടു. അലൂമിനിയത്തിൻ്റെ വെസൽസ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ അവരൊരു തിക്ക് ഓക്സൈഡ് കോട്ടിംഗ് കൊടുക്കും. അത് ഫർദർ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് ഗാൽവനൈസേഷൻ ആണ്. അലോയിങ്ങും ഉണ്ട്. അലോയിങ്ങിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം ഗാൽവനൈസേഷൻ നോക്കാം. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നത് അവരുടെ റിയാക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലും ഒരു ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലും ഒന്നിച്ചിരുന്നാൽ ആരായിരിക്കും കൂടുതൽ റിയാക്ഷൻ നടത്തുന്നത്? ഹൈലി റിയാക്റ്റീവ് മെറ്റൽ അല്ലേ? അപ്പോൾ എനിക്കൊരു അയൺ ആർട്ടിക്കിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അയണിനേക്കാൾ കുറച്ചും കൂടി റിയാക്ടിവിറ്റി ഉള്ള മെറ്റലിൻ്റെ ഒരു കോട്ടിംഗ് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് അയണിൻ്റെ മുകളിൽ സിങ്ക് കൊണ്ടുള്ളൊരു കോട്ടിംഗ് കൊടുക്കും. അപ്പോൾ ഈ സിങ്ക് ഒരു ബോഡി ഗാർഡ് പോലെയാണ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആരും അയണിനെ തൊടാൻ ധൈര്യം കാണിക്കരുത് എന്നുള്ളൊരവസ്ഥയിൽ സിങ്ക് തന്നെ അയറും മോയ്സ്ചറുമായിട്ടൊക്കെ വർക്ക് ചെയ്ത് സ്വയം കൊറോഷന് വിധേയമാകും. അപ്പോൾ ആരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ അയണിനെ പ്രൊട്ടക്റ്റ് ചെയ്യും.
അപ്പോൾ ഇങ്ങനെ ഒരു സിങ്കിന്റെ കോട്ടിംഗ് കൊടുക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. ഇത് അയൺ ആർട്ടിക്കിൾസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? കൊറോഷന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇവിടെ 3 ടെസ്റ്റ് ട്യൂബ് തന്നിട്ടുണ്ട്, ABC. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളത്തിനകത്ത് നെയിലിട്ട് വെച്ചിട്ടുണ്ട്, മുകളിൽ എയറും ഉണ്ട്. അപ്പോൾ ആ നെയിൽ എന്ന് പറയുന്ന അയണാണ് അല്ലേ. അപ്പോൾ അയണിന് അവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഓക്സിജനും കിട്ടുന്നുണ്ട്, വെള്ളവുമുണ്ട്. പിന്നെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന പാർട്ടിൽ ഡിസോൾഡ് ഓക്സിജൻ ഉണ്ട്. അപ്പം എല്ലായിടത്തും ഓക്സിജനും വെള്ളവും അവൈലബിൾ ആണ്, മോയ്സ്ചർ അവൈലബിൾ ആണ്. അപ്പോൾ അത് രണ്ടും കൊറോഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ്, B ടെസ്റ്റ് ട്യൂബിൽ നോക്കിയാൽ എയർ ഇല്ല. കാരണം ഈ വെള്ളത്തിന്റെ മുകളിൽ അവർ ഒരു ലെയർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ മുകളിലുള്ള ആ എയറിൽ നിന്നും ഈ വെള്ളത്തിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് എയർ വരാൻ പറ്റുന്നില്ല. ഒപ്പം അവിടെ എടുത്തിരിക്കുന്നത് ബോയിൽഡ് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. അപ്പോൾ ബോയിൽ ചെയ്യുമ്പോൾ അതിലെ ഡിസോൾഡ് ഓക്സിജൻ പുറത്തു പോകും. അപ്പോൾ അതിനകത്ത് ഓക്സിജൻ ഇല്ല. അപ്പോൾ വെള്ളത്തിലൊട്ടും ഓക്സിജൻ ഇല്ല, വെള്ളം മാത്രമേ ഉള്ളൂ. ആ നെയില് എന്തുമാത്രമേ കിട്ടുന്നുള്ളൂ? വെള്ളം മാത്രം, ഓക്സിജൻ കിട്ടുന്നില്ല. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലോ അവിടെ എയർ ഉണ്ട്, കംപ്ലീറ്റ് എയർ ഉണ്ട്. പക്ഷേ അവിടെ വെള്ളത്തിനെ നമ്മൾ മാറ്റുകയാണ്. അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ഉപയോഗിക്കുക. അത് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ അതിലുള്ള എല്ലാ മോയ്സ്ചറും ഇത് വലിച്ചെടുക്കും. അപ്പോൾ ഡ്രൈ ടെസ്റ്റ് ട്യൂബാണ്. അപ്പോൾ അതിൽ എയർ ഉണ്ട്, പക്ഷേ മോയ്സ്ചർ ഇല്ല. ഇനി നമ്മൾ നോക്കിയാൽ ഏതിലൊക്കെ കൊറോഷൻ സംഭവിക്കും? ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ മാത്രമേ കൊറോഷൻ സംഭവിക്കുകയുള്ളൂ, രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കൊറോഷൻ നടക്കണമെങ്കിൽ എയറും മോയ്സ്ചർ രണ്ടും വേണം. ഏതെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ കൊറോഷൻ സംഭവിക്കുന്നില്ല. ഇനി ലാസ്റ്റ് മെത്തേഡ് ടു പ്രിവെന്റ് കൊറോഷൻ എന്ന് പറയുന്നത് അലോയിങ് ആണ്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് അയൺ കൊണ്ടുള്ള പലതരം സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ അയൺ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ അയൺ കൊണ്ടുണ്ടാക്കിയെന്ന് പറയുമെങ്കിലും അത് പ്യുവർ ആയിട്ടുള്ള അയൺ അല്ല. കാരണം പ്യുവർ ആയിട്ടുള്ള അയൺ നമ്മൾ ഉപയോഗിച്ചാൽ അതിൽ വളരെ സോഫ്റ്റ് ആണ്, നമുക്ക് ഈ ഹാർഡ്നെസ് കിട്ടില്ല. ഒപ്പം തന്നെ ചൂടാക്കുന്ന ഉടനെ അതിന് സ്ട്രെച്ച് ആവാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഇത് ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്. അപ്പോൾ നമുക്കതിനെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ബോഡി പാർട്സ്, വെഹിക്കിൾസും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ അയണിനോടുകൂടി കുറച്ച് 0.05% കാർബണും കൂടി ചേർക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ആ അയൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. അയൺ നല്ല ഹാർഡ് ആവുന്നുണ്ട്, ഒപ്പം തന്നെ നല്ല സ്ട്രോങ്ങും ആവുന്നുണ്ട്. അതുപോലെ തന്നെ അയണിനോടൊപ്പം നമ്മൾ നിക്കലും ക്രോമിയവും ചേർത്താൽ നമുക്ക് പുതിയൊരു സാധനം കിട്ടും. അതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ആ സ്റ്റെയിൻലെസ് സ്റ്റീലിന് നിക്കൽ കൊണ്ട് തന്നെ നല്ല ഹാർഡ്നെസ് കിട്ടും, അത് സ്ട്രോങ് ആവും. പിന്നെ ക്രോമിയം ഉള്ളതുകൊണ്ട് റസ്റ്റിങ്ങും നടക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് മികച്ച പ്രോപ്പർട്ടീസാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഏതൊരു മെറ്റലിൻ്റെയും പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിനെ മറ്റൊരു വസ്തുവുമായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആദ്യത്തേതിൽ എന്താണ് നമ്മൾ മിക്സ് ചെയ്തത്? കാർബൺ. കാർബൺ മെറ്റലാണോ നോൺ മെറ്റലാണോ? നോൺ മെറ്റൽ. എന്നാൽ രണ്ടാമത്തേതോ മെറ്റൽസ് ആണ്. അപ്പോൾ മെറ്റലോ നോൺ മെറ്റലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ നമ്മൾ 2 or 3 മെറ്റൽസ് അല്ലെങ്കിൽ നോൺ മെറ്റൽസുമായിട്ട് ജോയിൻ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അലോയ്. സോ alloy is a homogeneous mixture of 2 or more metals or metals and non-metals. അപ്പോൾ ഒരു ഭാഗം മെറ്റൽ തന്നെ ആയിരിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോമോജീനിയസ് മിക്സർ എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് പ്രൈമറി ആയിട്ട് ഒരു മെറ്റൽ കാണുമല്ലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിനെ നമ്മൾ ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് മറ്റ് മെറ്റൽസ് ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷനിലാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് തോന്നിയ രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. പ്രൊപ്പോർഷൻ എപ്പോഴും സെയിം ആയാലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അലോയ് കിട്ടുകയുള്ളൂ. അപ്പോൾ അലോയ് എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രോപ്പർട്ടീസ് സാധാരണ മെറ്റലിനേക്കാളും ബെറ്റർ ആണ്. നമ്മൾ കണ്ടു അലോയിങ്ങിൽ ഒരു മെറ്റലും മറ്റ് നോൺ മെറ്റൽ അല്ലെങ്കിൽ മറ്റ് മെറ്റൽസ് നമ്മൾ ചേർക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊരു കോമ്പിനേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എടുക്കുന്നതിൽ ഒരെണ്ണം മെർക്യൂറി ആണെങ്കിൽ, മെർക്യൂറി എന്ന മെറ്റൽ ആണെങ്കിൽ ആ ഒരു അലോയ് പറയുന്ന പേരാണ് അമാൽഗം. സാധാരണയായിട്ട് സിൽവർ അമാൽഗം ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഡെന്റിസ്ട്രിയിൽ. നമുക്ക് പല്ലിലൊക്കെ പോടുണ്ടായാൽ, ടൂത്ത് ഡീക്കേ ഉണ്ടായാൽ ആ ക്യാവിറ്റി ഫില്ല് ചെയ്യാനായിട്ട് ഒരു മെറ്റാലിക് കളർ സബ്സ്റ്റൻസ് അവർ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്പായിട്ട്, നമ്മുടെ ടീത്തിൻ്റെ ക്യാപ്പായിട്ടും ഈ സിൽവർ അമാൽഗമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഡെന്റിസ്ട്രി ഒത്തിരി മുമ്പോട്ട് വന്നിട്ടുണ്ട്, വേറെ വേറെ പുതിയ പുതിയ ടെക്നോളജീസ് വന്നു. ട്രഡീഷണലി ഇതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ നമുക്കുള്ള മറ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് അലോയ്സും അവരുടെ കോമ്പിനേഷനും പഠിച്ചു വയ്ക്കുക. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറും സിങ്കും ആണ്, 2 മെറ്റൽസ് ആണ്. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും ആണ്. സോൾഡർ ലെഡും ടിന്നും ആണ്. ഈ SN എന്ന് എഴുതിയിരിക്കുന്നത് ടിൻ എന്ന ഒരു മെറ്റലിന്റെ സിംബോളിക് ഫോമാണ്. ഓക്കെ. ഇനി ഇതിൽ പല പ്രോപ്പർട്ടീസും അലോയ്സിൽ മെറ്റലിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്.
ഫോർ എക്സാമ്പിൾ കോപ്പർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കണ്ടക്ടറാണ്, നമ്മൾ കണ്ടു അല്ലേ. പക്ഷേ ഇവിടെ അലോയ് ആക്കുമ്പോൾ ഈ കോപ്പറിന്റെ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടുകയും അതൊരു ലോ കണ്ടക്ടിവിറ്റി ആവുകയും ചെയ്യുന്നു. അപ്പോൾ അലോയ്സ് മെറ്റലിനേക്കാളും ലെസ് കണ്ടക്ടിവിറ്റി ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്സിൽ നമ്മൾ പഠിച്ചു ഹീറ്റിംഗ് എലമെന്റിന്റെ ഹീറ്റിംഗ് ഡിവൈസസിന്റെ എലമെന്റ്സ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ അലോയ്സ് ആർ പ്രിഫേർഡ് ദാൻ മെറ്റൽസ്. അവിടെ നമ്മൾ പഠിച്ച ഒരു റീസൺ എന്തായിരുന്നു? ഇറ്റ് ഹാസ് എ ഹൈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന് കണ്ടക്ടിവിറ്റി കുറവാണ് അല്ലേ. പിന്നെ ഉള്ളത് ഈ സോൾഡറിന്റെ കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും പുവർ കണ്ടക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ സോൾഡറിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. സോ അലോയ്സിന് ലോ മെൽറ്റിംഗ് പോയിന്റ്സ് കമ്പയർഡ് ടു മെറ്റൽസും ആവാം. അപ്പോൾ ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ചെറിയ മെറ്റൽ വയേഴ്സ് ഒക്കെ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഗാഡ്ജറ്റ്സിന്റെ അകത്തൊക്കെ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ അകത്തൊക്കെ ചെറിയ ചെറിയ വയേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് സോൾഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.